ഗായ്സ്, അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു സ്റ്റേക്കേഷന് പോവാണ്. നമ്മൾ ആനച്ചാലാണ് പോണത് സ്റ്റേക്കേഷന്. അച്ചും കുട്ടനും മെൽവി ഉണ്ട്, അവന് വിളിച്ചിരിക്കുന്നത്. ഇവനെ നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല, ഇവൻ ഖത്തറിന്ന് ഇപ്പൊ ലാൻഡ് ചെയ്തുള്ളൂ. അപ്പൊ ഗൗതമും ഞങ്ങൾ 5 പേരും കൂടിയാണ് പോണത്. അപ്പോൾ നമ്മള് ആനച്ചാല് ഒരു എലിഫന്റ് പാസേജ് എന്നുള്ള റിസോർട്ടിലാണ് സ്റ്റേക്കേഷൻ സെറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ കുറെ നാളായി വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് നമ്മള് ഇന്ന് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങള് വീട്ടിൽ നിന്ന് കാലത്തെന്ന് പറയാൻ പറ്റില്ല, ഉച്ചയ്ക്കായി ഇറങ്ങിയപ്പോ. അത് കഴിഞ്ഞതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പോ നേര്യമംഗലത്ത് നിന്ന് ഏതോ ഒരു വഴിക്കോടിക്കണ ഗൗതം കൊണ്ടുപോകണം ഞങ്ങളെ മെയിൻ റൂട്ട്. അതൊക്കെ നോക്കി പഠിച്ചു വെച്ചേക്കാട്ടാ, മെയിനാവാൻ വേണ്ടി വന്നേക്കണാണ്. അപ്പോ അതേ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ 1 മണിയൊക്കെ ആകുമ്പോ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും. പക്ഷെ എന്തായാലും ഒരു 5 മണിയൊക്കെ ആവും തോന്നെത്തുമ്പോ. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഓക്കെ, ബൈ ഗയ്സ്. ആണല്ലേ. പെട്ടെന്ന് എലിഫന്റ് പാസേജിലോട്ട് പോകാനുള്ള റോഡ് ശ്രദ്ധിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരുവിധം സൈഡുകളിലൊക്കെ ആയിട്ട് അവർ അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോണ ആ റൂട്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. കാരണം അവിടെ നിന്നുള്ള വ്യൂസൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി. ഇവിടെ നൈസ് അടിപൊളിയാണ്, മൊത്തത്തിൽ നല്ല വൈബുണ്ട്. അപ്പോൾ 5 വരെ ഉള്ളൂ നമുക്ക് ടീ ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോണ്. ചായ കുടിച്ചിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. ഇഷ്ടമായോ നിങ്ങൾക്ക്? കൊള്ളാം. മഴ ചാർന്നുണ്ട് കേട്ടാ, ഇന്നിവിടെ മഴ സൂപ്പറാണ്. ചായ കുടിക്കാം നമുക്ക്. കരിക്കോള് സെക്കൻഡ് ഫ്ലോർ അല്ലേ? എവിടെയാ പറഞ്ഞേ? വാ നടക്ക്. ഇഷ്ടായത് എനിക്കിവിടെ. അതിനെന്ത് ബജ്ജിയാണ് ഇത്? അങ്ങനെ നമ്മളെല്ലാവരും നേരെ പോയി ചായയും കോഫിയൊക്കെ കുടിച്ചപ്പം നമുക്ക് വേണ്ട അത്യാവശ്യം സ്നാക്സും കുക്കീസും എല്ലാം ഉണ്ടായിരുന്നു. ചായ കുടിയുന്ന ഈ ഏരിയയിൽ നിന്ന് നോക്കുമ്പോഴും നല്ല വ്യൂസ് ആയിരുന്നു എല്ലാ സൈഡും. അപ്പോൾ നമ്മളെല്ലാം അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നേരെ നമ്മളെല്ലാവരും കൂടി ചെക്ക് ഇൻ ചെയ്യാൻ പോയി. ഇവിടെ വ്യൂ ആണ് കേട്ടോ ഭയങ്കര അടിപൊളി. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ പ്ലേസ്.
2 റൂംസ് ആയിട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം പ്രീമിയം റൂമും ഒരെണ്ണം ജക്കൂസി സ്യൂട്ടും ആയിരുന്നു. അപ്പം ഇപ്പോൾ നമ്മൾ പോകുന്നത് പ്രീമിയം റൂമിലോട്ടാണ്. അങ്ങനെ ഒരു റൂം സെറ്റായി കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത റൂം കാണാൻ പോയി. ഇതാണ് നമ്മുടെ ജക്യൂസി സ്യൂട്ട്. ഇതൊരു വേറെ സെക്ഷനിലായിരുന്നു. ഇവിടെ ഓരോ റൂംസും പല പല സെക്ഷനായിട്ടാണ്. മിക്കവാറും ഒരു സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നി. നമ്മൾ ബുക്ക് ചെയ്ത സമയത്ത് രണ്ടായിട്ട് ബുക്ക് ചെയ്തതല്ല. അവിടെ പ്രീമിയം റൂം അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഒരു പ്രീമിയം റൂമും ഒരു ജക്യൂസി റൂമുമായിട്ട് നമുക്ക് കിട്ടിയതാണ്. ഗൈസ്, നമ്മൾ 2 റൂമാണ് എടുത്തത്. അതിൽ ഇത് ജക്യൂസി സ്യൂട്ടാണ്. ഇതാണ് നമ്മുടെ ജക്യൂസി സ്യൂട്ട്. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നമുക്ക് ഇതൊക്കെ ആകെ ടീ കോഫി മാത്രമേ ഉള്ളൂ കോംപ്ലിമെൻ്റ് ആയിട്ട്. ബാക്കി ഇതിലുള്ള ഈ സംഭവങ്ങളെല്ലാം ചാർജബിളാണ്. നമുക്കൊരു മിനി ഫ്രിഡ്ജ് വരുന്നുണ്ട്. അതിൽ ഈ ഐറ്റംസൊക്കെ ഉണ്ട്. ഇതെല്ലാം ചാർജബിളാണ്. പിന്നെ നോർമൽ ഒരു ലോക്കർ അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരു സോഫ. ഇതെല്ലാം ചാർജബിൾ ആയിരിക്കണം. പിന്നെ ഇവിടെ ഇതൊരു ബാൽക്കണിയാണ്. ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് ഈ ബാൽക്കണിയിൽ നിന്ന്. ഇരിക്കാൻ ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ. അതിറങ്ങി വരുമ്പോഴുള്ള വ്യൂ ആട്ടത്. പിന്നെ ഇതിൽ കൂടെ ഇറങ്ങിപ്പോകുമ്പോഴാണ് നമ്മളുടെ ജക്യൂസി സ്യൂട്ട്. നമ്മുടെ ജക്യൂസി സ്യൂട്ട് ഇതാണ് നമ്മുടെ ജക്യൂസി സ്യൂട്ട്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പെല്ലാം. ഇവിടെ നോക്കുമ്പോഴും മൊത്തത്തിൽ ഇവിടെ നല്ല ആംബിയൻസും നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ. വയ്യ നിനക്ക്. വയ്യ. അയ്യോ അയ്യോ അയ്യോ. എടാ നമുക്ക് ഇതെങ്ങനെയുണ്ട്? അപ്പൊ ഇതാണ് നമ്മുടെ റൂം. ഇവിടെ കൊള്ളാം, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, എന്നിട്ട് പൂളിൽ പോയി ചാടണം. പൂളൊരു 7 മണി വരെ ഉള്ളൂ. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ മാറട്ടെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടി പൂളി ചാടാൻ പോണ പോക്കാണത്. കാടുണ്ട് ആണല്ലേ? എന്താ ഗൗതമ, പൂളി നിറച്ച ആൾക്കാരെന്നല്ലേ താൻ പറഞ്ഞേ? മാത്രം പൊടി എടുത്തിട്ടുണ്ടാവൂട്ടാ. ഷവറും ജെല്ലില്ലാണ്ട് പൂളി ചാടാൻ പറ്റൂലെന്ന്. എന്നിട്ട് അത് പൂളി കലക്കും. ഉണ്ടാവും, പോക്കറ്റിലുണ്ടാവും കുപ്പി.
അങ്ങനെ പൂളിത്തെ ആർമാദനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ജക്കൂസിലോട്ടാണ്. കാരണം നമ്മൾ ഓൾറെഡി നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയും ഡ്രസ്സ് മാറി, പിന്നെയും ജക്കൂസിലിറങ്ങി. അപ്പോൾ വീണ്ടും 2-3 ഡ്രസ്സ് മാറണ്ടേന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ ജക്കൂസിലോട്ടാണ് പോയത്. പിന്നെ രാത്രി ഒരു 11 മണി 12 മണി വരെ ഞങ്ങളെല്ലാവരും ഇതിൻ്റെ ഉള്ളിലായിരുന്നു എല്ലാ ആർമാദനവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റിയായിരുന്നു റൂമിലോട്ട്. പക്ഷേ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ 25% എമൗണ്ട് കൂടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെൽവിയും കുട്ടനും പറഞ്ഞു അവർ പോയി ഫുഡ് കളക്ട് ചെയ്തോളാന്ന്. അപ്പോൾ നമ്മൾ ഷെസ്വാൻ ഫ്രൈഡ് റൈസും നോർമൽ ഫ്രൈഡ് റൈസുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നാൾക്ക് ശേഷം ഇത്ര അടിപൊളി ഫ്രൈഡ് റൈസ് കഴിക്കുന്നത്. ഇവിടെ ബൊഫേ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ബൊഫേ എടുത്തില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരു 1 മണി 1:30 ആയപ്പോഴാണ് കിടന്നുറങ്ങിയത്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ എഴുന്നേറ്റ് അവരൊക്കെ പോയി പുളി ചാടിയിട്ടുണ്ട്. ഗൗതമ എണീറ്റിട്ടില്ല എന്നാണ് പറഞ്ഞത്. കണ്ണൊക്കെ ഇരിക്കുന്നൊക്കെ നേരത്തെ കിടന്നുറങ്ങി, പക്ഷേ ഉറക്കം ശരിയായെന്ന് വെച്ചാൽ ശരിയായിട്ടില്ല. ഇവിടുത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. അങ്ങോട്ടൊക്കെ ഭയങ്കര കാടാണ്. ഇവിടെ നിന്ന് 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ 10 വരെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ട്. 9 മണിക്ക് നമുക്ക് എഴുന്നേക്കാന്ന് വിചാരിച്ചു, പക്ഷെ നേരത്തെ എണീറ്റ്. അവർ പൂളിന്നൊക്കെ കയറി. ഇപ്പോൾ അവിടെ കിടന്ന് ഊഞ്ഞാലാടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അവിടെ എങ്ങനെ പോവാ, എങ്ങനെയാണ് അങ്ങോട്ടേക്ക് എത്താമെന്ന് മനസ്സിലാവുന്നില്ല. നോക്കട്ടെ, ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. എന്താണത്? റിച്ച് ലൈഫ്. ഗുഡ് മോർണിംഗ് വ്ളോഗ്സ് ആണല്ലേ. നമ്മൾ റൂം ബുക്ക് ചെയ്ത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയ പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഡിന്നർ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 11 മണിയാകുമ്പോൾ ചെക്കൗട്ട് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഇവിടെ അടിപൊളി ഒരു സ്ഥലമാണിത്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഇത് ഒന്ന് ജസ്റ്റ് വന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഞങ്ങളിത് ബുക്ക് ചെയ്ത് മേക്ക് ബൈ ട്രിപ്പിലൂടെയാണ്. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ ഇതുപോലെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം 2 വീക്ക് മുന്നെങ്കിലും ബുക്ക് ചെയ്യാൻ നോക്കുക. അതായത് അപ്പോൾ വലിയ റേറ്റ് വരില്ല. നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ബുക്കിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം റേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.